കേരള-തമിഴ്നാട് അതിർത്തിയിലെ പശ്ചിമഘട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് ഒരു ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പര്യടനം നടത്തുന്നത് ഒരു പ്രകൃതിഭംഗിയുടെയും ജൈവവൈവിധ്യത്തിന്റെയും ആനന്ദലോകമായ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ആണ്. പശ്ചിമഘട്ടത്തിന്റെ ഹൃദയത്തിൽ കേരളം-തമിഴ്നാട് അതിർത്തിയിലായി പ്രകൃതിയുടെ ഒരു അതിമനോഹരമായ കാഴ്ചപ്പാടാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ വന്യജീവി അഭയാർത്ഥ കേന്ദ്രങ്ങളിലൊന്നായി ഇത് വിലമതിക്കപ്പെടുന്നു. 643 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചിരിക്കുന്ന ഈ സംരക്ഷിത വനപ്രദേശം കടുവകൾ, കാട്ടുപോത്തുകൾ, ആനകൾ, 250-ലധികം പക്ഷിപ്രജാതികൾ എന്നിവയുടെ വാസസ്ഥലമാണ്. ഇവിടത്തെ പ്രകൃതി മനോഹാരിതയെ വിശേഷിപ്പിക്കാനാവില്ല. തേക്കുമരങ്ങൾ, മുളവനങ്ങൾ, ഒട്ടനവധി ഔഷധസസ്യങ്ങൾ എല്ലാം ചേർന്ന് ഈ കാടിനെ അതുല്യമായ ഒരു ജൈവസമ്പത്തിന്റെ കേന്ദ്രമാക്കുന്നു. പറമ്പിക്കുളത്ത് നദികളും ജലാശയങ്ങളും ധാരാളം ഉണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടത് പറമ്പിക്കുളം ജലാശയമാണ്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ അനുഭവം ഇതാണ്: ഈ ശാന്തമായ ജലാശയത്തിൽ ബോട്ടിംഗ്. ചുറ്റിനും കാട് മാത്രം, നഗരത്തിന്റെ ശബ്ദം പോലും ഇല്ല. വനസംരക്ഷണത്തെയും പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തെയും ആധാരമാക്കിയുള്ള പദ്ധതികളിലൂടെ ഇവിടെ ആദിവാസി സമൂഹങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഇവർ നയിക്കുന്ന ട്രെക്കുകളും എക്കോസ്റ്റേക്കുള്ള സൗകര്യങ്ങളും സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നു. വന്യജീവികൾ കാണുന്നതിനുള്ള ഏറ്റവും മികച്ച സമയം പുലർച്ചെയും സന്ധ്യയും ആകുന്നു. വന്യജീവികൾ കാണാൻ ഭാഗ്യവും സമയവും വേണം. ഒരിക്കൽ ഓർത്തേക്കൂ, ഇത് അവരുടെ വീട്, നമ്മൾ അതിൽ അതിഥികളാണ്. പറമ്പിക്കുളം ജൈവ വൈവിധ്യത്തിന്റെയും മനുഷ്യബന്ധങ്ങളുടെ ശീലിപ്പിന്റെയും ഉദാത്തമായ ഉദാഹരണമാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പറമ്പിക്കുളം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിലുള്ള ഒരു സൂക്ഷ്മമായ ബന്ധം. ഇവിടെ അവിടെവിടെ പ്രകൃതിയും സമൂഹവും ഒന്നിച്ച് ജീവിക്കുന്നു, സമന്വയത്തോടെ, സൗഹൃദത്തോടെ. പറമ്പിക്കുളത്തെ പോലെ പ്രകൃതിയെ കാണാനും അനുഭവിക്കാനും കഴിയുന്ന ഇടങ്ങൾ വളരെ കുറവാണ്. സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രകൃതിയെ സ്നേഹിക്കൂ, അനുഭവിക്കൂ, സംരക്ഷിക്കൂ.